ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. 2019 ഓഗസ്റ്റ് 5 ഭരണഘടനയുടെ 370, 35A എന്നീ അനുച്ഛേദങ്ങൾ റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടിസ്ഥാന സൌകര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വം, കായികം തുടങ്ങിയ മേഖലകളിൽ അവസരങ്ങൾ വർദ്ധിച്ചതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അതിനിടെ ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ബാങ്കേഴ്സ് ബുക്സുമായി ബന്ധപ്പെട്ട് ഒരു നിയമം രൂപീകരിക്കുന്നതിനും സമകാലിക ഡിജിറ്റൽ ബാങ്കിംഗ് രീതികളുമായി അത് യോജിപ്പിക്കുന്നതിനും ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു. അതേസമയം സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെയുള്ള ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33-ൽ നിന്ന് 37 ഉയർത്തുന്നത് ലക്ഷ്യമിട്ടുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. സംസ്ഥാനത്ത് മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. പ്രളയബാധിതർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചതിനു പുറമെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. മുതലപ്പൊഴി വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. കേരളത്തിൽ മഴക്കെടുതിയിൽ 28 മരണം, 3 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 455 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 30,315 പേരാണ് കഴിയുന്നത്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റു താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ യാതൊരുവിധ അടിസ്ഥാന സൌകര്യങ്ങളുമില്ലെന്നും ക്യാമ്പുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇടുക്കി കൊളപ്രയിൽ ഉരുൾപൊട്ടൽ ദുരന്തമേഖല സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൊരിങ്ങൽക്കുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാമിന്റെ ക്രസ്റ്റ് ഗേറ്റുകൾ തുറന്നിരിക്കുന്നതിനാൽ അധിക ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകിയെത്തുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ആറന്മുള വള്ളസദ്യകൾ നാളെ മുതൽ പുനരാരംഭിക്കും. ആറന്മുളയിലേക്കുള്ള ഗതാഗത തടസ്സങ്ങൾ നീങ്ങിയതോടെയാണ് വള്ളസദ്യ പുനരാരംഭിക്കുന്നത്. നാളെ 2 വള്ളസദ്യകൾ നടക്കും. KSRTC ബജറ്റ് ടൂറിസം സെൽ മുഖേന 8 ബസ്സുകൾ നാളെ എത്തും. സ്പെഷ്യൽ പാസ് സദ്യയിൽ നാളെ 360 പേർ പങ്കെടുക്കും. മാറ്റിവെച്ച സ്പെഷ്യൽ പാസ് സദ്യകൾ ഈ മാസം 12, 25, 29 തീയതികളിൽ നടക്കുമെന്നും ആറന്മുള പള്ളിയോട സേവാ സംഘം അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്നുള്ള തമിഴ്നാട് സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ വിയോജിപ്പറിയിച്ച് കേരളം. തമിഴ്നാടിന് വെള്ളം, കേരളത്തിന് സുരക്ഷ എന്നതാണ് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായ നിലപാടെന്നും പുതിയ ഡാം നിർമ്മിക്കുക മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും മന്ത്രി മോൻസ് ജോസഫ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറി അടച്ചുപൂട്ടാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവ്. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭം നടത്തിയ പശ്ചാത്തലത്തിലാണ് നടപടി. സംസ്ഥാനത്തെ ബാർ, ഹോട്ടലുകളിൽ തൊഴിൽ വകുപ്പ് പരിശോധന കർശനമാക്കി. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് ഉറപ്പാക്കാനായിരുന്നു പരിശോധന. 54 സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയിടങ്ങളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കടക വാവിന് ബലിതർപ്പണ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്ന സംവിധാനം നിലവിൽ വന്നു. ആദ്യമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബലിതർപ്പണ ടിക്കറ്റിന് ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തുന്നത്. ഇതോടെ സ്പെഷ്യൽ പാസുകൾ പൂർണ്ണമായും ഒഴിവാക്കും. online.travancore-devaswambord.org എന്ന വെബ്സൈറ്റ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത്. ഓണം പ്രമാണിച്ച് KSRTCയും തമിഴ്നാട്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും അധിക ബസ് സർവീസുകൾ നടത്തും. ഈ മാസം 18 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തുന്നത്. KSRTCയുടെ AI പവേർഡ് വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന തലത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച KSRTC യൂണിറ്റിനുള്ള അവാർഡ് ദാനം, KSRTCയുടെ 24 മണിക്കൂർ കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം, നവീകരിച്ച KSRTC കൊറിയർ സംവിധാനത്തിന്റെ ഉദ്ഘാടനം എന്നിവയും നടക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.